ഹായ്. ഈ പീരീഡ്സ് ടൈമിൽ അമ്പലത്തിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല, അങ്ങനെ കുറേ ആചാരങ്ങൾ ഞാൻ ഇപ്പോഴും കേട്ട് വരുന്നുണ്ട്. മാക്സിമം എല്ലാ ഗേൾസും അത് ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ അതൊരു മോശം കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പീരീഡ്സ് ആവുന്നത് ഒരിക്കലും ഒരു തൊട്ടുകൂടായ്മയോ അങ്ങനത്തെ ഒരു കാര്യമേ അല്ല. കാരണം ഒരു പെൺകുട്ടി ഒരു അമ്മയാവാൻ പോകുന്നതിൻ്റെ ഒരു പ്രക്രിയ മാത്രമാണ് മാസം മാസം വരുന്ന ആ ഒരു ആർത്തവം എന്ന് പറയുന്നത്. അതിലൊരിക്കലും ഒരു തെറ്റോ അല്ലെങ്കിൽ അതിലൊരിക്കലും ഒരു അശുദ്ധിയോ ഇല്ല. കാരണം നമ്മൾ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഭഗവതികൾ പോലും എല്ലാ ദേവിമാർക്കും പീരീഡ്സും കാര്യങ്ങളും ഉണ്ടായിട്ട് തന്നെയാണ് അവരൊക്കെ ഓരോ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുള്ളത്. ഒരിക്കലും അല്ലാതെ പൊട്ടി പുറപ്പെട്ട് വരുന്നൊന്നുമല്ല. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുന്നത് അതെങ്ങനെ അശുദ്ധിയാവാനാന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പീരീഡ്സ് ആവുന്ന ടൈമിൽ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ഒരു അമ്പലമുണ്ട്. അത് കറക്റ്റ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരിക്കലും ഞാൻ ഒരാളുടെ വിശ്വാസത്തെ അടച്ചങ്ങ് ആക്ഷേപിക്കുന്നതല്ല. മേ ബി കുറേ ആൾക്കാർക്ക് അങ്ങനെ ആവാം. പക്ഷേ ഇപ്പോഴും കുറേ സ്ഥലങ്ങളിലുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ പീരീഡ്സ് ആവുന്ന ടൈമിൽ ബെഡിൽ കിടക്കരുത്. അതേപോലെ തന്നെ എല്ലാവരും യൂസ് ചെയ്യണ പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, കിച്ചണിൽ കയറാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഞാനങ്ങനെ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് സിവിയർ ആയിട്ടില്ലെങ്കിലും എന്താ അത് തൊടല് ഇത് തൊടല് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില പറിക്കാൻ പാടില്ല, തുളസി പറിക്കാൻ പാടില്ല, അത് വാടിപ്പോവും പീരീഡ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ തൊട്ടാൽ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള ധൈര്യം ഏത് പെൺകുട്ടിയും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ആരേലും എപ്പോഴേലും പറിച്ചിട്ടുണ്ടാവും. അത് വല്ല വേനൽക്കാലത്തോ അങ്ങനെ വല്ല ആയിരിക്കും, അല്ലെങ്കിൽ ആ ചെടിക്ക് വല്ല നാശവും വരേണ്ടതായിരിക്കും. അങ്ങനെ നശിച്ചു പോയത് ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അതിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ എന്തൊരു മണ്ടത്തരമാണ്. ഇതൊക്കെ ഒരു നല്ലൊരു കാര്യമല്ലേ പീരീഡ്സ് ആവുന്നതൊക്കെ? അതെങ്ങനെയാണ് മോശമാവുന്നത്? എപ്പോഴും ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കണം. ആ ഒരു നമ്മൾ കൂടെ ഉണ്ട്. ഒരുപാട് ഇഷ്യൂസും പെയിനും കാര്യങ്ങളും എല്ലാം സഹിച്ചിട്ട് തന്നെയല്ലേ ഏതൊരു പെൺകുട്ടിക്കും പീരീഡ്സ് ആവുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. ബൈ.